ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചോക്ലേറ്റ് കേക്കാണ്. ആദ്യം തന്നെ ടിന്ന് റെഡിയാക്കി വെക്കുക. സിഫ്റ്ററിലേക്ക് 1/2 കപ്പ് കൊക്കോ പൗഡർ, മൈദ 1½ കപ്പ്, ബേക്കിംഗ് പൗഡർ 1/4 ടീസ്പൂൺ, ബേക്കിംഗ് സോഡ 1/4 ടീസ്പൂൺ, പിന്നെ കുറച്ച് സോൾട്ട് 3/4 ടീസ്പൂൺ. എല്ലാം കൂടി നന്നായിട്ട് സിഫ്റ്റ് ചെയ്യുക. 2-3 ടൈംസ് സിഫ്റ്റ് ചെയ്തെടുക്കുക. സിഫ്റ്റ് ചെയ്തതിന് ശേഷം ഷുഗർ ആഡ് ചെയ്യണം. ഷുഗർ ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1½ കപ്പാണ്. മിക്സിയിലിട്ട് നന്നായിട്ട് പൗഡറാക്കി എടുക്കുക. ഇനി ഒരു ബൗളിലേക്ക് നമ്മൾ നേരത്തെ മൈദ കൊക്കോ പൗഡർ മിക്സ് ഇട്ടിട്ട് അതിലേക്ക് ഈ ഷുഗർ പൗഡറും ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ പൗഡർ ചെയ്ത ഷുഗർ ഓൾമോസ്റ്റ് 2 കപ്സോളം ഉണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു ഗ്ലാസ്സിലേക്ക് 3/4 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ, 1/2 കപ്പ് ഹോട്ട് വാട്ടർ നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വെക്കുക. ഒരു ബൗളിലേക്ക് 2 എഗ്സ്, 3/4 കപ്പ് മിൽക്ക്, 1½ ടീസ്പൂൺ വാനില എസൻസ്, പിന്നെ ഓയിൽ 1/2 കപ്പ്. വെറ്റ് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒരു ബൗളിലേക്ക് ഒഴിക്കുക. ലാസ്റ്റ് കോഫി മിക്സും കൂടെ ആഡ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്യുക. ഓവറായിട്ട് ബീറ്റ് ചെയ്യേണ്ട, ജസ്റ്റ് ഒന്ന് മിക്സായി മാത്രം കിട്ടിയാൽ മതി. ഡ്രൈ ഇൻഗ്രീഡിയൻസിലേക്ക് വെറ്റ് ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്ത് കൊടുക്കണം. ഫുള്ളായിട്ട് ആഡ് ചെയ്യരുത്. ഒരു 3-4 ടൈംസ് ആയിട്ട് കുറച്ച് ചേർത്ത് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ആയാൽ ബീറ്റ് ചെയ്യുന്ന സ്റ്റോപ്പ് ചെയ്യണം. ഹാൻഡ് വിസ്ക് വെച്ചിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. ഓവർ ബീറ്റ് ചെയ്യരുത്. മിക്സ് ആക്കിയതിന് ശേഷം സ്പാച്ചിൽ വെച്ചിട്ട് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. എയർ ബബിൾസൊക്കെ പോകാനാണ്. എന്നിട്ട് ഗ്രീസ് ചെയ്ത് വെച്ച ടിന്നിലേക്ക് ബാറ്റർ ഒഴിച്ച് നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ടാപ്പ് ചെയ്തതിന് ശേഷം പ്രീ ഹീറ്റ് ചെയ്ത് വെച്ച ഓവനിലേക്ക് വെച്ച് കൊടുക്കുക. പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചത് 180 ഡിഗ്രിയാണ്. അത് 160 ഡിഗ്രി ആക്കി കൊടുക്കുക. പിന്നെ ടൈം 45 to 50 മിനിറ്റ്സ് ആണ് ഈ കേക്കിന് ബേക്കിംഗ് ടൈം ആയത്. ഐസിങ് ചെയ്യാനായിട്ട് ഷുഗർ സിറപ്പ് ഉണ്ടാക്കണം. 1/2 കപ്പ് ഷുഗർ, 1-1½ കപ്പ് ഹോട്ട് വാട്ടർ എല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക. തണുത്തതിന് ശേഷം വേണം യൂസ് ചെയ്യാൻ. ഗണേഷ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഡബിൾ ബോയിലിംഗ് മെത്തേഡ് ചെയ്യണം. ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് അതിനെ മേലെ ഫിറ്റാവുന്ന ഒരു പാത്രം വെച്ചിട്ട് അതിലേക്ക് 2 കപ്പ് ഡാർക്ക് കോമ്പൗണ്ട് ചോക്ലേറ്റ്, 1 കപ്പ് വിപ്പിംഗ് ക്രീം ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ബോയിലാവണമെന്നില്ല, ജസ്റ്റ് എല്ലാം കൂടി മിക്സായി മെൽട്ടായിട്ട് വന്നാൽ മതി. ഇതേ കൺസിസ്റ്റൻസി ആകുമ്പോൾ മാറ്റി വെക്കുക. ഇതൊക്കെ ചൂടാറിയതിന് ശേഷമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി കേക്ക് ലെയർ ചെയ്യാം.
വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യാൻ 2 കപ്സ് വിപ്പിംഗ് ക്രീം എടുത്തത്. പറഞ്ഞ പോലെ ആദ്യം സ്ലോയിൽ തുടങ്ങി ഹൈ സ്പീഡിലാക്കുക. വിപ്പിംഗ് ക്രീം കുറച്ചൊന്ന് ബീറ്റായി കഴിഞ്ഞാൽ ഗനാഷ് ആഡ് ചെയ്ത് കൊടുക്കുക. ഗനാഷ് നമ്മൾ ചൂടാറാൻ വെച്ചപ്പോൾ കുറച്ച് തിക്കായിട്ടുണ്ട്. അതൊരു 4 ടേബിൾ സ്പൂൺ ഫസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. ബീറ്റ് ചെയ്തപ്പോൾ ഗനാഷ് കുറച്ച് കുറവ് തോന്നി. അപ്പോൾ 2 ടേബിൾ സ്പൂൺ കൂടി ആഡ് ചെയ്തു. ടോട്ടൽ 6 ടേബിൾ സ്പൂണ് ഗനാഷ് ആഡ് ചെയ്ത് കൊടുത്തു. സ്റ്റിഫ് പീക്സ് ആവുന്നവരെ ബീറ്റ് ചെയ്യുക. തിക്കായി കഴിഞ്ഞാൽ പിന്നെ ബീറ്റ് ചെയ്യരുത്, ലൂസായി പോവും വിപ്പിംഗ് ക്രീം. വിപ്പിംഗ് ക്രീം റെഡി ആയിട്ടുണ്ട്. ബേസ് വെക്കുക. ബേസ് വെച്ചിട്ട് കുറച്ച് വിപ്പിംഗ് ക്രീം അതിൽ ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ 8 ഇഞ്ചിൻ്റെ കേക്കിന് 12 ഇഞ്ചിൻ്റെ ബേസാണ്. കുറച്ച് വലിപ്പം കൂടിയാലും കുഴപ്പമില്ല, നന്നായി ചെറുതായി പോകണ്ട ബേസ് എടുക്കുമ്പോൾ. ഫസ്റ്റ് ലെയർ കേക്ക് വെക്കുക. ഷുഗർ സിറപ്പ് ആഡ് ചെയ്യുക. നന്നായിട്ട് വെറ്റായിട്ട് എടുക്കുക. വെറ്റാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഓവറായിട്ട് വെറ്റാവാൻ പാടില്ല. പിന്നെ വിപ്പിംഗ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കുക. എല്ലായിടത്തേക്കും നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഫില്ലിങ്ങിനായിട്ട് നേരത്തെ ഉണ്ടാക്കി വെച്ച ഗനാഷ് തന്നെ യൂസ് ചെയ്യുന്നു. 1 ടേബിൾ സ്പൂൺ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി സെക്കൻഡ് ലെയറിലും സെയിം ഫില്ലിങ് തന്നെ ചെയ്ത് കൊടുക്കുക.
ഒരു ഐസിങ് ബാഗ് എടുത്തിട്ട് അതിൽ നോസിലിടണം. നൂറിൻ്റെ N1 റൊസറ്റെ നോസിലാണ് ഇട്ട് കൊടുത്തത്. ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കുക. നോസിലിങ്ങനെ പുറത്തേക്ക് വരും. എന്നിട്ട് ഒരു ഗ്ലാസ്സിലേക്ക് ഇതേപോലെ ഇറക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ ക്രീം ഫില്ല് ചെയ്യാനൊക്കെ ഈസി ആയിരിക്കും. കേക്കിൻ്റെ ഡിസൈനിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ ഡ്രിപ്പിംഗ് എഫക്റ്റ് ചോക്ലേറ്റ് ഗനാഷ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നേരത്തെ എടുത്ത് വെച്ചതിൽ ബാലൻസ് ഉണ്ട്. ഞാൻ എല്ലാത്തിനും കൂടിയിട്ടുള്ള അളവാണ് ഫസ്റ്റ് പറഞ്ഞത്. 2 കപ്സ് ചോക്ലേറ്റ്, 1 കപ്പ് വിപ്പിംഗ് ക്രീം. അപ്പോൾ ഇത് നന്നായിട്ട് തിക്കായി വന്നു. നമ്മൾ കുറച്ച് നേരം ഇരുന്നല്ലോ. അപ്പോൾ ഇത്രയും തിക്ക് എടുക്കാൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് മെൽറ്റാക്കി എടുക്കാം. നേരത്തെ ഡബിൾ ബോയിലിംഗ് മെത്തേഡ്. ഇനി സെറ്റായ കേക്കിലേക്ക് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ച കേക്കാണ് കേട്ടോ. അതിലേക്ക് ഈ ഗനാഷ് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചിട്ട് ഓഫ്സെറ്റ് ചെറിയ സ്പാച്ചിൽ വെച്ചിട്ട് പതുക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ചെറുതായിട്ട്, നന്നായിട്ട് അമർത്തി ആക്കരുത്. അപ്പോൾ എല്ലാം കൂടി മിക്സ് ആവും. വിപ്പിംഗ് ക്രീമും ഗനാഷും കൂടി മിക്സ് ആവും. അപ്പോൾ പതുക്കെ ചെയ്യാൻ പാടുള്ളൂ. ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ ഡ്രിപ്പായിട്ട് വരുന്ന ഒരു എഫക്റ്റിൽ ആക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ചെയ്ത് കൊടുക്കുക. നോസിൽ വെച്ചിട്ട് ഇതേപോലെ ഡിസൈൻ ചെയ്ത് കൊടുക്കുക.